أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسولك سيد الأفضل المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, പ്രിയ ശ്രോതാക്കളെ, മറ്റു സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ ഉൾക്കൊള്ളുന്ന റിയാദുസ്സാലിഹീൻ എന്ന മഹത്തായ ഗ്രന്ഥം പഠിക്കുക എന്ന സതുദ്ദേശത്തോടു കൂടി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നമ്മൾ നടത്തിക്കൊണ്ടുവരുന്ന ഹദീസ് ക്ലാസ് അതിൻ്റെ 38-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇത് ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ പഠിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുമുള്ള ഒരു അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരിലും ഏറ്റി നൽകുമാറാകട്ടെ. വിശുദ്ധമാക്കപ്പെട്ട ദീനിൻ്റെ പ്രചാരകരായി മാറാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ ഒക്കെ നമ്മൾ വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൻ്റെ മാതൃക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതായിരിക്കണം നമ്മുടെ പ്രചരണ ആയുധമെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, സഹോദരങ്ങളെ, വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം അതിൻ്റെ വിജ്ഞാന സാഗരം ഒരുപാട് വലിയ സാഗരമാണ്. ആ സാഗരം മുഴുവൻ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കില്ല എന്നറിയാം. എങ്കിലും ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ അതിൻ്റെ ഓരത്തുകൂടെ ഒരു നടത്തം, അതിൻ്റെ അരികിലൂടെയുള്ള ഒരു നടത്തമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ക്ലാസ്സിനെ ഒരു ഹദീസ് ക്ലാസ്സായി കൊണ്ട് തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട ഹദീസുകളെ മനസ്സിലാക്കാനുള്ള ഒരു മാനസികമായിരിക്കുന്ന തയ്യാറെടുപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും അതിനോടൊപ്പം തന്നെ ഈ ഹദീസ് ക്ലാസ്സിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ആധുനിക യുഗത്തിൽ ഏതെല്ലാം മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ നമ്മളത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, പലപ്പോഴും നമ്മുടെ ജീവിതം തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള മാതൃക കാണിക്കാൻ ഏറ്റവും വലിയ കാര്യം നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുക, നമ്മുടെ വസ്ത്രധാരണത്തിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ, രാവിലെയുള്ള ഓരോ നടത്തം മുതൽ രാവിലെയുള്ള ഓരോ കിടക്കപ്പായയിൽ നിന്നും എഴുന്നേറ്റ് കൊണ്ടുള്ള ഓരോ പ്രവർത്തനങ്ങളിലും പ്രവാചക മാതൃക പിന്തുടരുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും നമുക്കത് ഉൾക്കൊള്ളാനും സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട പാഠത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അധ്യായം 180, ഖുർആൻ പാരായണ മഹത്വം. ഖുർആൻ പാരായണത്തെ കുറിച്ച് പറയുന്ന മഹത്വത്തെക്കുറിച്ച് പറയുന്ന ബാബാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഞാൻ കേട്ടു, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. പാരായണം ചെയ്യുന്നവർക്ക് അന്ത്യനാളിൽ അത് ശുപാർശകരായി വരും. മുസ്ലിം 804 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. നവാസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുർആനും ദുനിയാവിൽ അതനുസരിച്ച് ജീവിതം നയിച്ച വ്യക്തികളും അന്ത്യനാളിൽ ഹാജരാക്കപ്പെടും. സൂറത്തുൽ ബഖറയും ആൽ ഇംറാനും അതനുസരിച്ച് പ്രവർത്തിച്ചവർക്ക് വേണ്ടി മുന്നോട്ട് വന്നു വാദിക്കും. മുസ്ലിം 805 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമൻ. ബുഖാരി 966-67 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു.
ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുർആനിൽ അവഗാഹം നേടി അത് പാരായണം ചെയ്യുന്നവർ പരലോകത്ത് അനുസരണശീലരും സർവാദരണീയരുമായ മലക്കുകളോട് കൂടെയായിരിക്കും. വളരെ പ്രയാസപ്പെട്ട് തപ്പിത്തടഞ്ഞ് ഖുർആൻ പാരായണം ചെയ്യുന്നവന് 2 പ്രതിഫലമുണ്ട്. ബുഖാരി 8532 മുസ്ലിം 798 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ മൂസാ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുർആൻ പാരായണം ചെയ്യുന്ന സത്യവിശ്വാസി മധുരനാരങ്ങ പോലെയാണ്, അതിൻ്റെ സുഗന്ധവും രുചിയും തൃപ്തികരമത്രേ. ഖുർആൻ പാരായണം ചെയ്യാത്ത സത്യവിശ്വാസി കാരക്ക പോലെയാണ്, അതിന് മധുരമുണ്ടെങ്കിലും സുഗന്ധമില്ല. ഖുർആൻ പാരായണം ചെയ്യുന്ന കപടവിശ്വാസി റൈഹാൻ പോലെയാണ്, അതിന് സുഗന്ധം ഉണ്ടാകും, പക്ഷേ കയ്പ് രുചിയാണ്. ഖുർആൻ പാരായണം ചെയ്യാത്ത കപടവിശ്വാസി ആകട്ടെ ആട്ടങ്ങ പോലെയാണ്, അതിന് സുഗന്ധമില്ലെന്ന് മാത്രമല്ല കയ്പ് രുചിയുമാണ്. ബുഖാരി 958-59 മുസ്ലിം 797 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക, നമ്മളെന്താണ് വേണ്ടത്? മധുരനാരങ്ങയാവാൻ ശ്രമിക്കുക. അതെന്താണ്? അതിൻ്റെ സുഗന്ധവും രുചിയും തൃപ്തികരമത്രേ. മധുരനാരങ്ങയുടെ സുഗന്ധം, അതാ തോലിങ്ങോട്ട് പൊളിക്കുമ്പോൾ തന്നെ അത് കഴിച്ചൊരു ഫീലിംഗ് നമുക്ക് വരാറില്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു രീതിയിലേക്ക് സത്യവിശ്വാസി മാറുക. സത്യവിശ്വാസികളായിരിക്കുന്ന നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, ദിവസവും പാരായണം ചെയ്യുക. ചുരുങ്ങിയത് 1-2 പേജെങ്കിലും പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. സഹോദരങ്ങളെ, വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണം ചെയ്യാൻ നാം ഓരോരുത്തരും സമയം കണ്ടെത്തുക. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന കപടവിശ്വാസി പോലും റൈഹാൻ പോലെയാണെന്ന് അള്ളാഹുവിൻ്റെ തിരുറസൂല് നമ്മോടരുളി ചെയ്യുന്നു. അതിന് സുഗന്ധമുണ്ടാകും, പക്ഷേ കയ്പ് രുചിയാണ്. ആ റൈഹാൻ പോലെയാണെന്ന് കപടവിശ്വാസി ഖുർആൻ പാരായണം ചെയ്യുന്നവനായാൽ അവൻ റൈഹാൻ പോലെയാണെന്ന് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ ആ വിശുദ്ധമാക്കപ്പെട്ട ഖുർആന്റെ മഹത്വം എത്രത്തോളമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തണം. തീർച്ചയായിട്ടും നമുക്ക് ധാരാളം സമയമുണ്ട്. നമ്മൾ ഓരോ കാലഘട്ടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഓരോ കാലഘട്ടങ്ങൾക്ക് അനുയോജ്യമായ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ നമ്മൾ നിരന്തരം സമയം ചെലവഴിക്കാറുണ്ട്. മറ്റു മേഖലകളിൽ നമ്മൾ സമയം ചെലവഴിക്കാറുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നാമും നിങ്ങളും ഇന്ന് എത്ര സമയം ചെലവഴിച്ചു എന്ന് ചിന്തിക്കുക. ഒരു 5 മിനിറ്റെങ്കിലും വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി നാം ശ്രമിച്ചോ? സഹോദരങ്ങളെ, ചിന്തിക്കുക. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ, അതിൻ്റെ മഹത്വം വളരെ വലുതാണ്. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല. ആ വിശുദ്ധ ഖുർആനെതിരായിട്ട് ഇന്ന് ഒരു ഗ്രന്ഥവും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള വെല്ലുവിളി ഇന്നും നിലനിൽക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും പിൽക്കാലങ്ങളിൽ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു, ശാസ്ത്രം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പ്രകൃതിയിലുണ്ടാകുന്ന ഭാവമാറ്റങ്ങൾ വിശുദ്ധ ഖുർആനിലെന്നോ മുൻകാലങ്ങളിൽ പറഞ്ഞു പോയതാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു പോയത് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ചിന്തിക്കുക. ആ വിശുദ്ധ ഖുർആനെ കുറിച്ച് പഠിക്കാനും നാം സമയം കണ്ടെത്തണം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും നാം സമയം കണ്ടെത്തണം. സഹോദരങ്ങളെ, ദിവസവും കുറച്ച് സമയമെങ്കിലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് മധുരനാരങ്ങ പോലെയുള്ള മനുഷ്യനെ പോലെയാകണം. എന്താണ് മധുരനാരങ്ങയുടെ പ്രത്യേകത? അതിന് സുഗന്ധമുണ്ട്, അതിന് നല്ല രുചിയുമാണ്. അങ്ങനെയാവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ ഗ്രന്ഥം അഥവാ വിശുദ്ധ ഖുർആൻ കൊണ്ട് അല്ലാഹു ചിലരെ ഉന്നതരാക്കും, ചിലരെ അധമരാക്കുകയും ചെയ്യും. മുസ്ലിം 817 997 ഹദീസ് പറയുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 2 പേരുടെ കാര്യത്തിലല്ലാതെ അസൂയക്ക് അർഹതയില്ല. ഒന്ന്, അല്ലാഹു ഖുർആനിക ജ്ഞാനം നൽകി അനുസരിച്ച് രാപ്പകൽ പ്രവർത്തിക്കുന്നവൻ. 2, അല്ലാഹു സമ്പത്ത് നൽകി അത് രാപ്പകൽ സത്പ്രവർത്തനങ്ങളിൽ ചെലവഴിക്കുന്നവനും. ബുഖാരി 965 മുസ്ലിം 815 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു.
ആസിബ് റളിയല്ലാഹുവിന്റെ നിവേദനം, ഒരാൾ അൽ കഹ്ഫ് സൂറത്ത് ഓതുകയായിരുന്നു. തത്സമയം അദ്ദേഹത്തിന്റെ സമീപത്ത് ഒരു കുതിരയെ 2 കയറ് കൊണ്ട് കെട്ടിയിട്ടിരുന്നു. പെട്ടെന്ന് ഒരു മേഘം അദ്ദേഹത്തെ ആവരണം ചെയ്തു. അതടുത്ത് വന്നതോടെ കുതിര വിരണ്ടു ചാടാൻ തുടങ്ങി. നേരം പുലർന്നപ്പോൾ അദ്ദേഹം തിരുസന്നിധിയിൽ ചെന്ന് ഈ വിവരം പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സക്കീനത്താണത്, സമാധാനത്തിൻ്റെ മലക്കുകളാണ്, അഥവാ സമാധാനത്തിൻ്റെ മലക്കുകളാണത്. താങ്കളുടെ ഖുർആൻ പാരായണം കാരണം ഇറങ്ങി വന്നതാണവർ. ഖുർആൻ ബുഖാരി 952 മുസ്ലിം 795 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖുർആനിലെ ഒരു അക്ഷരം ഓതിയാൽ ഒരു നന്മ ലഭിക്കും. ഒരു നന്മയ്ക്ക് 10 ഇരട്ടിയാണ് പ്രതിഫലം. അലിഫ് ലാം മീം ഒന്നിച്ച് ഒരക്ഷരമാണെന്ന് ഞാൻ പറയുന്നില്ല. അലിഫ്, ലാം, മീം എന്നിവ ഓരോ അക്ഷരമാണ്. തിർമിദി 2912 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആനിൽ നിന്ന് ഒന്നും മനസ്സിലില്ലാത്തവൻ ആളൊഴിഞ്ഞ വീട് പോലെയാണ്. തിർമിദി 2914 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആനിൽ പാണ്ഡിത്യമുള്ളവരോട് പരലോകത്ത് പറയപ്പെടും, ഭൗതിക ലോകത്തിന് സാവധാനം ഖുർആൻ ഓതിയിരുന്നത് പോലെ ഇവിടെ വെച്ചും സാവധാനം ഓതുകയും സ്വർഗീയ പദവികളിൽ ഉയരുകയും ചെയ്യുക. നീ ഓതുന്ന ആയത്തിന്റെ അന്ത്യത്തിലാണ് നിന്റെ ഉന്നത പദവി നിലകൊള്ളുന്നത്. അബൂ ദാവൂദ് 1464 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. 2915 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. ശുദ്ധമാക്കപ്പെട്ട ഖുർആന് കൂടുതൽ ഓതുന്നവന് കൂടുതലും, കുറച്ച് ഓതുന്നവന് കുറച്ചും പ്രതിഫലമാണ്. കൂടുതൽ ഓതിയവൻ, കൂടുതൽ പാരായണം ചെയ്യുന്നവന് കൂടുതൽ തന്നെയാണ്. കുറച്ച് പാരായണം ചെയ്യുന്നവന് കുറച്ച് പ്രതിഫലവുമാണ് ഉണ്ടാകുക എന്ന് നമുക്ക് ഈ ഹദീസുകളിലൂടെയൊക്കെ വ്യക്തമാകുന്നു. അതുപോലെ തന്നെ ഖുർആനിൻ്റെ ആശയം ഗ്രഹിച്ച് പാരായണ നിയമങ്ങളൊക്കെ പാലിച്ച് ഓതുന്നവരുടെയും തപ്പിത്തടഞ്ഞ് ഓതുന്നവരുടെയും പദവികളിലൊക്കെ അന്തരമുണ്ട്. അതിലൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട്. എങ്ങനെയായിരുന്നാലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവന്, ആരായിരുന്നാലും ശരി, എങ്ങനെയായിരുന്നാലും ശരി, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവന് അല്ലാഹു സുബ്ഹാനഹു തആല അവന് പ്രത്യേകമായിരിക്കുന്ന പ്രതിഫലം നൽകുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദിവസവും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നാം സമയം കണ്ടെത്തുക. വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നോക്കിയിരുന്നാൽ പോലും പ്രതിഫലമാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ നോക്കിയിരുന്നാൽ പോലും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ സമയം കണ്ടെത്തുക. ഒഴിവുവേളകൾ ഉണ്ടാക്കി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ദിവസവും ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിക്കൊണ്ട്, ഇന്ന ദിവസം ഇന്ന സമയത്ത്, എല്ലാ ദിവസവും ഇന്ന സമയത്ത് ഞാൻ വിശുദ്ധ ഖുർആൻ ഇത്ര ഓതുമെന്ന ഒരു തീരുമാനമെടുത്തുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ആ സമയം നിങ്ങൾ കണ്ടെത്തുകയും ആ സമയത്ത് തന്നെ പാരായണം ചെയ്യുകയും, ഇനി എന്തെങ്കിലും കാരണവശാൽ ആ സമയത്ത് നമുക്ക് സാധിക്കാതെ വന്നാൽ ആ ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആദ്യത്താക്കിയിരിക്കുന്ന അത്രയും ഭാഗങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഉന്നത പദവിയിലേക്ക്, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായിരിക്കുന്ന ആളുകളിലേക്ക് നമ്മൾ അടുക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, ചിന്തിക്കുക. അധ്യായം 181 ഖുർആനെ ഗൗനിക്കണം. ഖുർആന്റെ പവിത്രത മാനിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ബാബാണ്. അബൂ മൂസാ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖുർആനെ ഗൗനിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മനിയന്ത്രണം ആരിലാണോ അവൻ തന്നെ സത്യം. കെട്ടിയിട്ട ഒട്ടകം ചാടിപ്പോകുന്നതിലുപരി നിയന്ത്രണത്തിൽ നിന്നും ചാടിപ്പോകുന്നതാണ് ഈ ഖുർആൻ. കെട്ടിയിട്ട ഒട്ടകം ചാടിപ്പോയാൽ, അതിൻ്റെ കെട്ടഴിച്ച് കഴിഞ്ഞാൽ അത് ചാടിപ്പോകില്ലേ? എന്നാൽ വിശുദ്ധ ഖുർആന് നിയന്ത്രണത്തിൽ നിന്ന് ചാടിപ്പോകുന്നതാണ് ഈ ഖുർആന്. നമ്മൾ അതിന് വേണ്ട രീതിയിൽ നിയന്ത്രിച്ചില്ല എങ്കിൽ
നമ്മളതിനെ വേണ്ട രീതിയിൽ മനഃപ്പാഠമാക്കാൻ ശ്രമിച്ചില്ല, അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചില്ല എങ്കിൽ സഹോദരങ്ങളെ, അല്ലെങ്കിൽ മനഃപ്പാഠമാക്കിയത് നമ്മളിങ്ങനെ ഉരുവിടാൻ ശ്രമിച്ചില്ല എങ്കിൽ അത് നമ്മുടെ മനസ്സിൽ നിന്നും ചാടിപ്പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ. ബുഖാരി 973 മുസ്ലിം 791 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനഃപ്പാഠമാക്കിയ ഖുർആൻ കയറിൽ പിടിച്ച ഒട്ടകത്തെ പോലെയാണ്. വേണ്ടതുപോലെ ഗൗനിച്ചാൽ അതിനെ പിടിച്ചു നിർത്താൻ കഴിയും, കയറയച്ചു വിട്ടാലോ അതിൻ്റെ വഴിക്കത് പോവുകയും ചെയ്യും. ബുഖാരി 970 മുസ്ലിം 789 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ മറക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഓതുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. വേണ്ടത്ര ഗൗരവം ഖുർആന് നൽകിയില്ലെങ്കിൽ അത് നമ്മിൽ നിന്ന് നഷ്ടപ്പെടും. മാത്രവുമല്ല, അന്ത്യനാളിൽ എന്നെ വേണ്ട വിധം ഇവൻ ഗൗനിച്ചില്ല, വേണ്ട വിധം ഇവൻ പരിപാലിച്ചില്ല, വേണ്ട വിധം ഇവൻ എന്നെ ഉൾക്കൊണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ത്യദിനത്തിൽ അത് നമ്മെ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക, വിശുദ്ധ ഖുർആന് വേണ്ട വിധത്തിൽ ഗൗനിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. വിശുദ്ധ ഖുർആന് അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആന് അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പാരായണം ചെയ്യാനും അത് മനഃപ്പാഠമാക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. അധ്യായം 182 ഖുർആൻ ഈണത്തിൽ ഓതണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല ഈണത്തിൽ മധുരസ്വരത്തിൽ ഉറക്കെ ഖുർആൻ ഓതുന്ന ഒരു നബിയുടെ പാരായണം ശ്രദ്ധിക്കുന്നത്ര തൃപ്തിയോടെ മറ്റൊന്നും അല്ലാഹു ശ്രദ്ധിക്കുകയില്ല. ബുഖാരി 960-61 മുസ്ലിം 792 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ മൂസാ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ദാവൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു നൽകിയ രാഗത്തിൽ നിന്ന് അല്പം നിനക്കും കിട്ടിയിട്ടുണ്ട്. ബുഖാരി 981 മുസ്ലിം 793 236 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മുസ്ലിമിന്റെ മറ്റൊരു നിവേദനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലെ രാത്രി നിന്റെ ഖുർആൻ പാരായണം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. നീ കണ്ടിരുന്നെങ്കിൽ നിനക്കത് ആനന്ദകരമാകുമായിരുന്നു. ബറാ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നിസ്കാരത്തിൽ വത്തീനി സൂറത്ത് ഓതുന്നത് ഞാൻ കേട്ടു. ആ ശബ്ദത്തേക്കാൾ നല്ല ശബ്ദം മറ്റാരിൽ നിന്നും ഞാൻ കേട്ടിട്ടില്ല. ബുഖാരി 2208 മുസ്ലിം 464 177 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ബഷീർ റളിയല്ലാഹു അൻഹു നിവേദനം, നല്ല ഈണത്തിൽ ഖുർആൻ ഓതാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഥവാ മുസ്ലിങ്ങളുടെ ചര്യ പൂർണ്ണമായി പിന്തുടരുന്നവനല്ല എന്നർത്ഥം. അബൂ ദാവൂദ് 1471 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോടൊരിക്കൽ നീ എനിക്ക് ഖുർആൻ ഓതി കേൾപ്പിക്കുക എന്ന് പറഞ്ഞു. അങ്ങേക്ക് അവതരിക്കപ്പെട്ട ഖുർആൻ ഞാൻ ഓതി കേൾപ്പിക്കുകയോ എന്ന് ചോദിച്ചപ്പോൾ, മറ്റൊരാളിൽ നിന്ന് അത് കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് അവിടുന്ന് പറഞ്ഞു. ഞാനപ്പോൾ നിസാ സൂറത്ത് ഓതി, എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷി ഹാജരാക്കുമ്പോൾ താങ്കളുടെ ഈ സമുദായത്തിന് വേണ്ടി താങ്കളെ ഹാജരാക്കിയാൽ എന്നർത്ഥമുള്ള സൂക്തമെത്തിയപ്പോൾ അവിടുന്ന് മതി നിർത്തുക എന്ന് പറഞ്ഞു. ഞാൻ പാരായണം നിർത്തി തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടുന്ന് കണ്ണീര് പൊഴിക്കുകയായിരുന്നു. ബുഖാരി 985 മുസ്ലിം 800 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക, സുഹൃത്തുക്കളെ ചിന്തിക്കുക. അധ്യായം 183 പ്രത്യേകമായത്തുകളും സൂറത്തുകളും പഠിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ബാബാണ്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിവേദനം, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഖുർആനിൽ അതിപ്രധാനമായ ഒരു സൂറത്ത് ഞാൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഞാൻ പുറത്തിറങ്ങാൻ ഉദ്ദേശിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ച്, ഖുർആനിലെ അതിമഹത്തായ ഒരു സൂറത്ത് എനിക്ക് പഠിപ്പിച്ചു തരാമെന്ന് അങ്ങ് പറഞ്ഞിരുന്നല്ലോ എന്ന് ഓർമ്മപ്പെടുത്തി.
അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫാത്തിഹയാണത്. ആവർത്തിച്ച് ഓതുന്നതും 7 ആയത്തുള്ളതും എനിക്ക് അവതരിച്ചിട്ടുള്ളതുമായ അതിമഹത്തായ ഖുർആനാണിത്. ബുഖാരി 8:119 120 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ആത്മാവ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവാണ് സത്യം. ഇഖ്ലാസ് സൂറത്ത് ഖുർആന്റെ 1/3 തുല്യമാണ്. മറ്റൊരു നിവേദനം, എല്ലാ രാത്രിയും ഖുർആനിൻ്റെ 1/3 പാരായണം ചെയ്യാൻ നിങ്ങൾ അശക്തരാക്കുമോ എന്ന് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുജരോട് ചോദിച്ചു. ഈ ചോദ്യം അവരെ കുഴക്കി. അവർ പരിതപിച്ചു, ഞങ്ങളിൽ ആർക്കാണ് പ്രവാചകരെ അതിന് സാധിക്കുക? അപ്പോൾ തിരുദൂതർ പറഞ്ഞു, ഇഖ്ലാസ് സൂറത്ത് ഫലത്തിൽ ഖുർആനിൻ്റെ 1/3 തുല്യമാണ്. ബുഖാരി 9:54 13 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഖുർആനിൻ്റെ പ്രമേയങ്ങൾ അള്ളാഹുവിനെ അറിയുക, പരലോകത്തെ അറിയുക, സൽസരണി മനസ്സിലാക്കുക എന്നിവയാണ്. ഇതിൽ അള്ളാഹുവിനെ അറിയാൻ ഇഖ്ലാസ് സൂറത്ത് പര്യാപ്തമാണ്. അതിനാൽ അത് ഖുർആനിൻ്റെ 1/3 ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ചിന്തിക്കുക. വളരെയേറെ മഹത്വമുള്ള ഒരു സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വളരെയേറെ മഹത്വമുള്ള സൂറത്ത്. വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൻ്റെ 1/3 പ്രതിഫലം ലഭിക്കുന്ന ഒരു സൂറത്ത്. ഒരു പ്രാവശ്യം ആരെങ്കിലും ഓതിയാൽ 1/3 തുല്യമാണെന്ന് ആരംഭ നബിയുനാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിവേദനം, നിസ്കാരത്തിൽ ഒരാൾ ഇഖ്ലാസ് സൂറത്ത് ആവർത്തിച്ചോതുന്നത് കേട്ട മറ്റൊരാൾ നേരം പുലർന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അയാൾ അതിനെ ഒരു നിസ്സാര കാര്യമായാണ് കണ്ടിരുന്നത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ ആത്മനിയന്ത്രണം നടത്തുന്നവനാണ്, അത് ഖുർആനിലെ 1/3 തുല്യമാണ്. ബുഖാരി 9:53 11:461 13 300 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം ഇഖ്ലാസ് സൂറത്ത് ഖുർആന്റെ 1/3 തുല്യമാണ്. മുസ്ലിം 812 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ ദൂതരെ, ഞാൻ ഇഖ്ലാസ് സൂറത്ത് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോടുള്ള സ്നേഹം നിന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണെന്ന് പ്രതിവചിച്ചു. തിർമിദി 2903 ബുഖാരി 2213 214 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഉഖ്ബ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ രാത്രിയിൽ അവതരിച്ച ഈ ആയത്തുകളുണ്ടല്ലോ, ഇതിന് തുല്യമായത് മുമ്പൊരിക്കലും അവതരിച്ചിട്ടില്ല. ഫലഖ് സൂറത്തും നാസ് സൂറത്തുമാണത്. മുസ്ലിം 814 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിവേദനം, ഫലഖ് നാസ് സൂറത്തുകൾ അവതരിക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിന്നിൽ നിന്നും കണ്ണേറിൽ നിന്നും സംരക്ഷണം തേടിയിരുന്നു. ഈ സൂറത്തുകൾ അവതരിച്ചതോടെ അവിടുന്ന് ഇതിനെ അവലംബിക്കുകയും മറ്റുള്ളത് ഉപേക്ഷിക്കുകയും ചെയ്തു. തിർമിദി 2059 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 30 ആയത്തുള്ള ഒരു സൂറത്തുണ്ട് ഖുർആനിൽ. പതിവായി ഓതുന്നവർക്ക് പാപമോചനം ലഭിക്കുന്നത് വരെ അത് ശുപാർശ ചെയ്യും. ഏതാണത് സൂറത്ത്? തബാറക സൂറത്താണത്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് അഥവാ മുൽക്ക് സൂറത്താണത്. അബൂ ദാവൂദ് 1400 തിർമിദി 2893 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബഖറ സൂറത്തിലെ അവസാനത്തെ 2 ആയത്ത് ഏതാണത്? ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിക വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി വഖാലൂ സമിഅനാ വഅതൈനാ ഗുഫ്രാനക റബ്ബനാ വഇലൈകൽ മസീർ. ആരെങ്കിലും രാത്രി ഓതിയാൽ അവന് രാത്രി ഉണ്ടായേക്കാവുന്ന അനർത്ഥങ്ങൾ തടയാൻ ഖിയാമുൽ ലൈൽ നിസ്കാരത്തിന് പകരം അത് മതിയാകുന്നതാണ്. ബുഖാരി 950 മുസ്ലിം 808 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഭവനങ്ങളെ ഖബറുകളാക്കരുത്. നിശ്ചയം അൽ ബഖറ സൂറത്ത് ഓതുന്ന ഭവനത്തിൽ നിന്ന് പിശാച് വിരണ്ടോടുന്നതാണ്. മുസ്ലിം 780 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഉബയ്യ റളിയല്ലാഹു അൻഹു നിവേദനം, അബുൽ മുൻദിർ
അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഖുർആൻ നീ പഠിച്ച ഏറ്റവും പ്രാധാന്യമുള്ള സൂക്തം ഏതാണെന്ന് നിനക്കറിയുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. ആയത്തുൽ കുർസിയാണതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടുന്ന് എൻ്റെ നെഞ്ചിൽ ഒന്ന് തട്ടിയിട്ട് പറഞ്ഞു, വിജ്ഞാനം നിന്നെ പുളകമണിയിക്കട്ടെ, സുസ്ഥിരവും സമൃദ്ധവും ഉപകാരപ്രദവുമായ ജ്ഞാനം അല്ലാഹു നിനക്ക് നൽകട്ടെ. ഞാൻ കരുതിയത് തന്നെയാണ് നീ പറഞ്ഞത്. മുസ്ലിം 810 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, സംഭരിക്കപ്പെട്ട ഫിത്ർ സക്കാത്ത് സൂക്ഷിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഏൽപ്പിച്ചു. ഞാൻ കാവൽ നിൽക്കവേ ഒരാൾ വന്ന് ആ ഭക്ഷണ സാധനങ്ങൾ വാരിയെടുക്കാൻ ശ്രമിച്ചു. ഞാൻ അവനെ പിടികൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഹാജരാക്കുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ നിർധനനാണ്, കുടുംബ പ്രാരാബ്ധമുള്ളവനാണ്, അത്യാവശ്യമായത് കൊണ്ടാണ് ഇതിന് തുനിഞ്ഞത്, ദയവ് ചെയ്ത് എന്നെ വിട്ടയക്കണമെന്നുദ്ദേശം. അങ്ങനെ ഞാൻ അയാളെ വിട്ടയച്ചു. നേരം പുലർന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അബൂ ഹുറൈറ, ഇന്നലെ രാത്രി നീ പിടികൂടിയവൻ്റെ വർത്തമാനം എന്താണ്? ഞാൻ പറഞ്ഞു, അയാൾ തൻ്റെ അത്യാവശ്യങ്ങളെപ്പറ്റിയും കുടുംബ പ്രാരാബ്ധങ്ങളെപ്പറ്റിയും അവരാതി പറഞ്ഞപ്പോൾ എനിക്ക് അവനോട് അനുകമ്പ തോന്നി. ഞാൻ അവനെ വിട്ടയച്ചു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവൻ നിന്നെ കമ്പിളിപ്പിച്ചതാണ്, ഇനിയും വരും, ശ്രദ്ധിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറഞ്ഞത് കൊണ്ട് അവൻ വീണ്ടും വരുമെന്ന് എനിക്കുറപ്പുണ്ടായിരുന്നു. അടുത്ത രാത്രിയും ഞാൻ കാവലിരിക്കെ അവൻ വന്നു ഭക്ഷണ സാധനങ്ങൾ വാരിയെടുക്കാൻ തുടങ്ങി. ഇന്ന് നിന്റെ കാര്യം ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബോധിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ അവനെ പിടിച്ചു. അപ്പോഴും അയാൾ എന്നെ വിടണേ, ഞാൻ നിർധനനാണ്, കുടുംബ പ്രാരാബ്ധമുള്ളവനാണ്, ഇനി ഞാൻ വരില്ല എന്ന് കേണപേക്ഷിച്ചു. അനുകമ്പ തോന്നി അന്നും ഞാൻ അവനെ വിട്ടയച്ചു. നേരം പുലർന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് ചോദിച്ചു, അബൂ ഹുറൈറ, നീ ഇന്നലെ രാത്രി പിടികൂടിയവനെ എന്തു ചെയ്തു? ഞാൻ പറഞ്ഞു, റസൂലേ, കുടുംബ പ്രാരാബ്ധവും ദാരിദ്ര്യവും പറഞ്ഞ് കേണപേക്ഷിച്ചപ്പോൾ അനുകമ്പ തോന്നി. ഇന്നലെയും ഞാൻ അവനെ വിട്ടയച്ചു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവൻ നിന്നോട് കള്ളം പറഞ്ഞതാണ്, അവൻ ഇനിയും വരും. അടുത്ത ദിവസം ഞാൻ അവനെ പ്രതീക്ഷിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ തന്നെ അവൻ വന്നു ഭക്ഷണ സാധനങ്ങൾ വാരിയെടുക്കാൻ തുടങ്ങി. ഇന്ന് ഞാൻ നിന്നെ വിടില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസന്നിധിയിൽ നിന്റെ കേസ് ബോധിപ്പിക്കുക തന്നെ ചെയ്യും. ഇത് 3ാമത്തെ പ്രാവശ്യമാണ്. നീ ഇനി വരില്ലെന്നുറപ്പിച്ചു പറഞ്ഞതല്ലേ, ഇന്നലെ പോയത് വീണ്ടും വന്നിരിക്കുന്നു മോഷ്ടിക്കാൻ, ഇനി തിരുസന്നിധിയിൽ ബോധിപ്പിച്ചിട്ട് തന്നെ കാര്യം എന്നൊക്കെ പറഞ്ഞു ഞാൻ അവനെ പിടിച്ചു വെച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എന്നെ വിട്ടയച്ചാൽ ഞാൻ നിനക്ക് ഉപകാരമുള്ള ചില വാക്യങ്ങൾ പഠിപ്പിച്ചു തരാം. എന്താണ് നീ എനിക്ക് പഠിപ്പിച്ചു തരിക എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, നീ ഉറങ്ങാൻ വിരിപ്പിലേക്ക് ചെന്നാൽ ആയത്തുൽ കുർസി ഓതണം. എന്നാൽ അള്ളാഹുവിങ്കൽ നിന്ന് നിനക്ക് ഒരു രക്ഷകൻ ഉണ്ടായിരിക്കും. മാത്രമല്ല, നേരം പുലരുവോളം ഒരു പിശാചും നിന്നോടടുക്കുകയുമില്ല. അന്ന് ഞാൻ അവനെ വിട്ടയച്ചു. നേരം പുലർന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇന്നലെ രാത്രി നീ പിടികൂടിയവനെ എന്തു ചെയ്തു? ഞാൻ പറഞ്ഞു, റസൂലെ, ഉപകാരപ്രദമായ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നപ്പോൾ ഞാൻ അവനെ വിട്ടയച്ചു. എന്താണ് അവൻ പഠിപ്പിച്ചതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഉറങ്ങാൻ ചെന്നാൽ ആയത്തുൽ കുർസി ഓതണമെന്നും, എന്നാൽ അള്ളാഹുവിങ്കൽ നിന്ന് ഒരു രക്ഷകൻ നിന്നെ കാത്തുകൊണ്ടിരിക്കുമെന്നും, നേരം പുലരുവോളം ഒരു പിശാചും നിന്നെ സമീപിക്കുകയില്ല എന്നുമാണ് അവൻ പറഞ്ഞത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവൻ കള്ളമേ പറയാറുള്ളുവെങ്കിലും നിന്നോട് പറഞ്ഞത് സത്യമാണ്. 3 ദിവസമായി നിന്നെ അഭിമുഖീകരിച്ച അവൻ ആരാണെന്ന് നിനക്കറിയുമോ? ഞാനില്ലെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കി, അതാണ് പിശാച്, അതാണ് ലഅനത്താക്കപ്പെട്ട പിശാച്. ബുഖാരി 4396 398 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹോദരങ്ങളെ ചിന്തിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അദർശജ്ഞാനമുണ്ട്. പിശാച് പല രൂപവും ഭാവവും പ്രാപിക്കും. ചിലർക്ക് നേരിൽ കാണാൻ കഴിയും, നല്ലവർക്ക് പിശാചിനെ ബന്ധിക്കാൻ കഴിയും. ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതിയാൽ ഉറക്കത്തിൽ സംഭവിക്കാവുന്ന പൈശാചിക ഉപദ്രവങ്ങൾ ബാധിക്കില്ല. പിശാചിനും നല്ല കാര്യങ്ങൾ അറിയും. നല്ല കാര്യങ്ങൾ ആരിൽ നിന്ന് പഠിക്കുകയും പകർത്തുകയും ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അബൂദർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ കഹ്ഫ് സൂറത്തിന്റെ ആദിയിലെ അവസാനത്തിലെ 10 ആയത്ത് ഹൃദിസ്ഥമാക്കിയവൻ, ആദ്യത്തിലെ അല്ലെങ്കിൽ അവസാനത്തിലെ 10 ആയത്ത് ഹൃദിസ്ഥമാക്കിയവൻ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് സുരക്ഷിതനാണ്. മുസ്ലിം 809 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സന്നിധിയിലിരിക്കെ ഉപരിഭാഗത്ത് നിന്നൊരു ശബ്ദം കേട്ടു. ഉടനെ തലയുയർത്തിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇതാ ഇന്ന് ആകാശത്തിൽ ഒരു കവാടം തുറക്കപ്പെട്ടിരിക്കുന്നു. ഇതിനു മുമ്പൊരിക്കലും ആ കവാടം തുറക്കപ്പെട്ടിട്ടില്ല. അതുവഴി ഒരു മലക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ആ മലക്ക് ആദ്യമായാണ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. അദ്ദേഹം താങ്കൾക്ക് സലാം ചൊല്ലിക്കൊണ്ട് പറയുന്നു, മുമ്പ് ഒരു നബിക്കും നൽകിയിട്ടില്ലാത്ത താങ്കൾക്ക് മാത്രമായുള്ള 2 പ്രകാശം കൊണ്ട് സന്തോഷിക്കുക. ഫാത്തിഹയും അൽ ബഖറയുടെ അവസാന ഭാഗവുമാണത്. ആ പ്രകാശങ്ങൾ അവയിൽ നിന്ന് ഓതുന്നതൊന്നും താങ്കൾക്ക് നൽകപ്പെടാതിരിക്കില്ല. താങ്കൾക്ക് നൽകപ്പെടാതിരിക്കില്ല. മുസ്ലിം 806 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഫാത്തിഹയുടെയും അൽ ബഖറയുടെ അവസാന ഭാഗമായ ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബി വൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങിയിട്ട് ഉള്ള ആ ആയത്തിൻ്റെയും മഹത്വം മനസ്സിലാക്കി തരാൻ ഒരു മലക്കിനെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നു എന്ന് സാരം. അത് ഉൾക്കൊള്ളുന്ന പ്രാർത്ഥന സ്വീകരിക്കുന്നതാണെന്ന് ഫുഖഹാക്കൾ രേഖപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. അള്ളാഹുവിൻ്റെ ആ മഹത്തായിരിക്കുന്ന വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങൾ നമ്മൾ ഉരുവിടുക. ദിവസവും നമ്മളത് ഉരുവിടുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ലഭിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അധ്യായം 184 ഖുർആൻ പാരായണത്തിന് സമ്മേളിക്കൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആൻ പാരായണം ചെയ്യാനും അതിനെക്കുറിച്ച് പരസ്പരം ചർച്ച ചെയ്യാനും അള്ളാഹുവിൻ്റെ ഭവനത്തിൽ സമ്മേളിക്കുന്നവരിൽ ശാന്തി വർഷിക്കും. അള്ളാഹുവിൻ്റെ കാരുണ്യം അവരെ ആവരണം ചെയ്യും. മലക്കുകൾ അവരെ വലയം ചെയ്യും. അള്ളാഹു തൻ്റെ സമീപസ്ഥരോട് അവരെപ്പറ്റി പ്രശംസിച്ചു പറയുകയും ചെയ്യും. മുസ്ലിം 2699 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫുഖഹാക്കളൊക്കെ രേഖപ്പെടുത്തി വെച്ചത്, ഖബറിടങ്ങളിൽ ഖുർആൻ ഓതുന്നവർക്കും ഖബറിൽ വിശ്രമിക്കുന്നവർക്കും റഹ്മത്തും സക്കീനത്തും ലഭിക്കുമെന്നതിന് ഉള്ള തെളിവാണിത്. ഒരു തെളിവായിട്ടുള്ള ഹദീസ് കൂടിയാണിത്. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഖുർആൻ എവിടെ വെച്ചാണ് പാരായണം ചെയ്താലും അവിടെ ശാന്തിയും അള്ളാഹുവിൻ്റെ കാരുണ്യവും ലഭിക്കുന്നതാണെന്ന് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ട് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് പാരായണം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ ഖുർആന്റെ മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് ഹദീസുകൾ വേറെയുമുണ്ട്. ഇതിൽ കുറഞ്ഞ ഹദീസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ആ ഹദീസുകൾ മാത്രമാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വിശുദ്ധ ഖുർആന്റെ മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് ഹദീസുകൾ ഇനിയുമുണ്ട്. സഹോദരങ്ങളെ, അതൊക്കെ പഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിശുദ്ധമാക്കപ്പെട്ട ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ പഠിക്കാൻ നമുക്ക് ഓരോരുത്തരും അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ദിവസവും അത് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു തആല എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. എനിക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്തണമെന്ന ദുആ വസിയത്തോടു കൂടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.